ഇന്ന് AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരും, ആ വരുന്ന കണക്കിന് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടെസ്റ്റ് ഡോസാണ് എന്നാണ്. അതപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഏതായാലും UDF അധികാരത്തിൽ വരണമല്ലോ. അപ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ AK ബാലന് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നേക്ക് 6-ാം നാൾ ഉയർക്കാൻ പോകുന്നത് അത് ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിൻ്റെ കൊള്ളരുതായികൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാണ്. ആ ജനത ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതിന് കൈ പിടിക്കുന്നത്, അതിന് കൂട്ടുചേരുന്നത്, ആ കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി താങ്ങാവുന്നത് UDF ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോകാത്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പവർ കട്ടിന് പുതിയ പേര്, ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 28-ാം നാൾ കുഞ്ഞിന് കൊണ്ടുപോയി നൂൽക്കെട്ട് നടത്തി പുതിയ പേരിടുന്നത് പോലെ പവർ കട്ട് എന്നുള്ള പേര് മാറ്റി എന്താണ് പവർ മാനേജ്മെന്റ് എന്നൊരു പുതിയ പേരിട്ട് ഗസറ്റിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഈ സർക്കാർ, ഈ കാവൽ സർക്കാർ, ഈ കടന്നു പോകുന്ന അതാണ് പല പേരും ഇട്ടിട്ടുണ്ട് ഗസറ്റിൽ. ഏത് പരസ്യപ്പെടുത്തിയാലും കറണ്ട് പോകുമ്പോൾ ഈ പറയുന്ന ഉഷ്ണക്കാറ്റടിക്കുന്നവൻ ഏതായാലും തണുത്ത കാറ്റ് വരില്ലല്ലോ, പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ പ്രതിസന്ധി ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇവർ തന്നെ പരസ്യപ്പെടുത്തിയ, പിണറായി വിജയൻ തന്നെ പരസ്യപ്പെടുത്തിയ പ്രോഗ്രസ് കാർഡിൽ 1 മുതൽ 16 വരെയുള്ള എല്ലാം തന്നെ ഫോഷ്കാണെന്നും ആയതുമായി ബന്ധപ്പെട്ട് യാതൊന്നിനും അടിസ്ഥാനമില്ല എന്നും അതാത് കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരായ വലിയ ആന്റി ഇൻകൺവൻസി അത് ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ UDFന്റെ വലിയ മുന്നേറ്റം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇവിടെയൊക്കെ UDFന്റെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്താണ് LDF പറഞ്ഞത്? ഞാൻ ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും 10 വർഷമായി ഭരിക്കുന്ന സർക്കാരിനെതിരായ നോർമൽ ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും വലിയ പരിക്കേക്കില്ല എന്നായിരുന്നു അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിശദീകരണം. പക്ഷെ എന്താ ഉണ്ടായത്? വലിയ പരിക്കേറ്റില്ല എന്നതല്ല, മറിച്ച് ഒരു ക്ലീൻ സ്വീപ്പ്, അടിച്ചുവാരി തൂത്തെടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ടു ജനം അന്ന്. ഇനി ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡിക്റ്റോ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല എന്നതിന്റെ പല ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കാം. സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേവലം വാദത്തിന് വേണ്ടിയല്ല. അക്സെപ്റ്റ് ചെയ്യണം.